ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു എഗ് ബോൾ സ്നാക്കിൻ്റെ വീഡിയോ നമുക്ക് നോമ്പോർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ട് തന്നെയുള്ള വേറെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പകുതിയുള്ള ചെറുതായിട്ട് മുറിച്ചിട്ടതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചോ സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ച് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെ മിക്സാക്കി എടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കുഴക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതുപോലെ ഒരു ഉരുള ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാവുമ്പോൾ ഇതേപോലെ ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാക്കി എടുത്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതിനേശം ഞാൻ ഒരു 1.5 സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി വെച്ച് കലക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസ് എല്ലാം ഞാൻ നോമ്പായതുകൊണ്ട് പൊടിച്ചിട്ട് ഒരു ടിന്നിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, ആ സമയത്ത് എടുക്കുകയൊന്നും ചെയ്യേണ്ട. അങ്ങനെ അതിലും ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി കൊടുത്തതിന് ശേഷം ഓയിൽ ചൂടായിട്ട് കുറച്ച് ഓയിൽ തന്നെ പൊരിച്ചെടുക്കുന്നത്, നല്ലോണം ഓയിലൊന്നും വേണ്ട. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല അടിപൊളി ടേസ്റ്റ് വന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.